പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കും. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം അറിയേണ്ട ഒരു പ്രധാന വിഷയം, ദൈവത്തെ അറിയുന്ന ഭക്തന്മാർക്ക് നന്മ വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയുക, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവത്തെ അറിയുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ അറിയുന്നു എന്ന് പറയുകയും എൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കുകയും ചെയ്ത. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണമാണ്. പാപസ്വഭാവത്തെ വിട്ട്, പാപവഴികളെ വിട്ട് ദൈവത്തോട് ചേർന്ന് നന്മ ചെയ്യുവാൻ, അർത്ഥാൽ നാം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തനായി ജീവിച്ചാൽ നമുക്ക് വേണ്ട നന്മ നമുക്ക് തരും. സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവം തരുന്ന നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ നമ്മളെ പിന്തുടരും. ദൈവത്തെ ഭയപ്പെടുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ ഭയപ്പെട്ടാൽ മതിയെന്ന്. ദൈവത്തെ ഭയപ്പെടുന്നവൻ ശത്രുവിനെ ഭയപ്പെടേണ്ട. ദൈവത്തെ ഭയപ്പെടുന്നവൻ പിശാചിനെ ഭയപ്പെടേണ്ട. കാരണം പിശാചിനേക്കാളും ശക്തിയുള്ളവൻ അത്രേ നമ്മുടെ ദൈവം. പിശാചിന്റെ തലയെ തകർത്തവനായ ദൈവം ഇന്ന് പകൽക്കാലം ചില ശത്രുക്കളുടെ തലകളെ തകർത്തുകൊണ്ട് ദൈവം നമ്മെ ശക്തമായി മുൻപോട്ട് നയിക്കാൻ പോകുകയാണ്. നമ്മുടെ പ്രതികൂലങ്ങൾ മാറാൻ പോകുകയാണ്. നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ പോകുകയാണ്. നമ്മുടെ വേദനകൾ മാറാൻ പോകുകയാണ്. നമ്മുടെ ഇല്ലായ്മകൾ മാറാൻ പോകുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് മാത്രം, ദൈവത്തെ ഒന്ന് ഭയപ്പെട്ടാണ്. സ്തോത്രം. വചനം പറയുന്നു, ഭയത്തോടും വിറയലോടും ദൈവത്തെ സേവിക്കുക. ഇന്നത്തെ പകൽക്കാലം നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവഭയത്തോടു കൂടി ആയാൽ നമുക്ക് വേണ്ട നന്മ നമ്മുടെ കയ്യിൽ വരുമെന്ന്, നമുക്ക് വേണ്ട നന്മയുടെ വാതിലുകളെ ദൈവം തുറക്കുമെന്ന്. യെസ്, ഇന്ന് പകൽക്കാലം ഈ വാഗ്ദത്ത വചനം നിങ്ങൾ ഏറ്റെടുക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, നിങ്ങളുടെ പാപ വഴികളെയൊക്കെ വിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവപൈതലാണോ? നന്മ വരുമെന്ന്, നന്മയും കരുണയും എപ്പോഴും നമ്മെ പിന്തുടർന്നിരിക്കും. ആകയാൽ ഈ പകൽക്കാലം ദൈവത്തെ ഭയപ്പെട്ട് മുൻപോട്ട് പോകുക. നന്മ വരേണ്ടിടത്ത് ദൈവം തരും. ദൈവം കാക്കയെ അയക്കേണ്ടിടത്ത്, എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിച്ചോടുമെന്ന് നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. സ്തോത്രം. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് തീൻ കൊടുക്കുന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും ഇന്ന് പകൽക്കാലം നന്മ അയച്ച് അവൻ നമ്മെ ബലപ്പെടുത്താൻ പോകുന്നു. അവന്റെ വലിയ കൃപയോർത്ത് നമുക്ക് നന്ദിയോടെ നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്.